എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഓട്ടോയിൽ ഞാനും പപ്പയും ഞങ്ങളുടെ ജോസ്യങ്ങളും കൂടി പോകുന്നതാണ്. അപ്പം നേരെ പോകുന്നത് വൈപ്പിലുള്ള പ്രത്യാശ മാതപ്പള്ളിയിലേക്ക്, അവർ ലേഡി ഓഫ് ഹോപ്പ് എന്ന് പറയും. അപ്പോൾ നമ്മൾ കടത്തങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നേരെ പള്ളിയാണ്, പിന്നെ ദൂരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനപ്പുറത്തേക്ക് എടുക്കാറില്ല. കാറിൽ ഇത്തവണ പോയതുമില്ല. ഒരു ഓട്ടോ പിടിച്ചിട്ട് അങ്കിള് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി എടുത്തിട്ടാണ് ഈ കൊണ്ടുവന്നത് ഇങ്ങോട്ട്. അപ്പോൾ അങ്കിള് നേരത്തെ ഞങ്ങളോടൊപ്പം കാറിൽ ഇവിടെ വരുമ്പോൾ പപ്പക്ക് കാർ പാർക്കിങ്ങും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയതുകൊണ്ടാണ് അങ്കിൾ ഇത്തവണ കാർ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്കിള് തന്നെ ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കുർബാനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹോളിലേക്ക് ചെന്ന്, അപ്പോൾ ഇതാണ് ടെറൻസ് ജോൺ. ഈ ചേട്ടൻ്റെ 25ാമത്തെ ആണ്ടിനാണ്, ഓർമ്മദിനത്തിനാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു 10ാമത്തെ ഡെത്ത് ആനിവേഴ്സറി അമ്മാവൻ്റേതായിരുന്നു, ഇത് 20ാമത്തെ ഡെത്ത് ആനിവേഴ്സറി മൂത്ത മകൻ്റേതായിരുന്നു. ഇതൊക്കെ ഈ ഹോളിൽ തന്നെ നമ്മൾ കൂടാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പയുടെ അമ്മയുടെ സ്വന്തം ബ്രദറിൻ്റെ 2ാമത്തെ മകൻ്റെ 25th ഡെത്ത് ആനിവേഴ്സറിയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടിപ്പോൾ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇത് ഷീലു, ഇളയമോൻ ജെങ്കിൻസിൻ്റെ ഭാര്യ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ജെങ്കിൻസ്, ഇളയ മകനാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ ചെന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു സാഹചര്യമൊന്നും കിട്ടിയില്ല. അപ്പോൾ റോഷൻ്റെ മോനും പിന്നെ ടെറൻസിയൻ്റെ മോനും മോളും കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ റോഷൻ്റെ മോനാണ് ഇത്തവണ എനിക്ക് ഇത്തിരി വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് തന്നത്. അപ്പോൾ ആ മോനെടുത്ത വീഡിയോകൾ മാത്രമേ ഇതിനകത്ത് ഉള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ എല്ലാവരും ചേർന്ന് അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ്, അപ്പോൾ റൂണയുണ്ട്, റൂണയുടെ മോള് ആവറിലുണ്ട്. അപ്പോൾ ആവറിലും റിച്ചാർഡും സാറ്റനയും കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അമ്മാവൻ്റെ 10ാമത്തെ ഓർമ്മദിനത്തിലെടുത്ത ഫോട്ടോയായിരുന്നത്. അപ്പോൾ ഗ്ലാഡീസ് ഇത്തവണ ഇല്ല ഫോട്ടോയിൽ. ഇത് ക്ലാരൻസ് ഏട്ടൻ്റെ 20ാമത്തെ ഓർമ്മദിനത്തിലെടുത്ത ഫോട്ടോയാണ്. ഇത്തവണ ഗ്ലാഡീസ് മൂത്ത മോളുടെ അടുത്തേക്ക് കാനഡയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 മാസം കഴിയാതെ ആൾ തിരിച്ചു വരില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ റിച്ചാൻ്റെ വിവാഹത്തിനും പങ്കെടുക്കാനായിട്ട് ഗ്ലാഡീസ് ഉണ്ടായിരുന്നില്ല, മനസ്സമ്മതത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബ്ലാക്കും ഗ്രീനും ചുരിദാർ ഇട്ടേക്കുന്നത് അമ്മാവൻ്റെ മോളാണ് കേട്ടോ, ടാൻസി. ഞങ്ങൾ ടാനി ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് അങ്ങനെ ഓരോ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളുടെ കുട്ടികൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 3 പേരും കൂടി ഓട്ടോ ഒക്കെ ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു താങ്ക്സ് കാർഡ് കൊടുക്കാനായിട്ടുള്ള ഒരു സെറ്റിങ്സാണ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഈ ചേട്ടൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഫോട്ടോയും ഇതുപോലെ എൻട്രൻസിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും വലിയ സങ്കടമായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം ഇളയ മോൻ 1 വയസ്സുള്ള സമയത്താണ് ചേട്ടൻ മരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു വിഷമം എല്ലാവർക്കും ഈ ഫോട്ടോയൊക്കെ കാണുമ്പോഴേക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഏറ്റവും പുറകിൽ ചേട്ടൻ്റെ ഭാര്യ, 2 പെൺകുട്ടികൾ, മോൻ എല്ലാവരും നിന്നിട്ടുള്ള ഫോട്ടോയൊക്കെ എടുത്ത്. അപ്പോൾ മൂത്ത മോളുടെ പേര് ഒലിവിയ, 2ാമത്തെ മോള് ഹെർമിയ, മോൻ്റെ പേര് വൈശാഖ്. സ്നേഹത്തോടുകൂടി മോനെ നമ്മൾ ഉണ്ണിന്ന് വിളിക്കും. പിന്നെ വൈഫിൻ്റെ പേര് സീന. അപ്പം അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ചേർന്നൊരു ദിവസമായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ അവിടെ നിന്ന് എടുത്തതിന് ശേഷം പിന്നെ തിരിച്ച് പോന്നിട്ടാണ്. അപ്പോൾ കുട്ടികൾ 2 പേര് സ്കൂട്ടറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾ ഓട്ടോക്കുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ പപ്പയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല, ഇത്തിരി വയ്യായിക ഉള്ളതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഇവരുടെ സ്കൂട്ടർ അപ്പുറത്താണ് കൊണ്ട് വെച്ചേക്കണം. അപ്പോൾ അവർ ആ വഴിക്കും ഞങ്ങൾ ഇപ്പുറത്തെ ചെറിയ വഴി കൂടിയിട്ടാണ് പോണത്. അപ്പോൾ ഒന്നിച്ച് ഈ പറഞ്ഞ പോലെ ഒരു റോയിൽ തന്നെയാണ് പോണത്. അപ്പോൾ തിളക്കത്തിൽ ദിലീപിൻ്റെ റോളാണ് റിച്ചാർഡ് കാണിച്ചിട്ടും പോയത് കേട്ടോ. ബിന്ദുപ്പണിക്കർ പറയൂലേ എന്ത് നല്ല അളിയന്മാരെന്ന്. അപ്പോൾ ആ റോളൊക്കെയാണ് ഈ കാണിച്ചിട്ടൊക്കെ പോണത് കേട്ടോ. അങ്ങനെ അവർ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്കും പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ തണലുള്ള വഴി കൂടി, ഇത് ഭയങ്കര വെയിലാണ് അവിടെ. അപ്പോൾ ഞങ്ങളുടെ അങ്കിളിന് ജോസിങ്ങളൊക്കെ വെയിൽ കൊണ്ടിട്ടൊക്കെ ആകെപ്പാടെ നീരിറക്കമൊക്കെ വരില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടവഴി പിടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനത്തെ റോറോ കാത്തിട്ട് അവിടെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഈ റോറോ അവിടെ മാറ്റിയിട്ടേക്കണേ, 2 റോറോ ഉണ്ട്, അതിലൊരെണ്ണം എന്തോ ലഞ്ച് ബ്രേക്ക് എന്തോ മാറ്റിയിട്ടേക്കണേണ്. ഇനി അടുത്തത് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണേണ്. ഭയങ്കര വെയിലായതുകൊണ്ട് 1:30 മണിയായിട്ടുള്ളൂ കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 1:30 മണിയായിട്ടുള്ളൂ. ഇപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റോറോയിൽ സീറ്റൊക്കെ പിടിച്ച് അവിടെ ഇരിക്കണേണ് കേട്ടോ. അപ്പോഴേക്കും ഇവരുടെ വണ്ടി സാറ്റിന തന്നെ ഓടിച്ചിട്ടാണ് അകത്തേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നത് റോറോയിലേക്ക്. അങ്ങനെ കുട്ടികൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് 3 പേരും കൂടി ഒരു ഓട്ടോയൊക്കെ പിടിച്ച് കയറി വന്ന്. അപ്പോൾ പപ്പ അങ്കിളിനെയും കൊണ്ട് അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റക്കാണ് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ റൂബി കൊച്ച് എന്നെയും വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നുണ്ടേ. പൊന്നമ്മേ
അച്ചടി മമ്മി വന്ന് വാ കുഞ്ഞു വാ മമ്മി വന്ന് കുഞ്ഞിൻ്റെ മമ്മി വന്ന് ചേച്ചി വന്നപ്പോ സന്തോഷിച്ചാ നമ്മുടെ പൊന്നി നമുക്ക് അകത്ത് പോകാം കേട്ടോ ശരി പൂരിയിടട്ടെ മമ്മി ബാ കൊച്ചേ ഒറ്റക്ക് വെമ്മിച്ച് പോയടാ എടാ കൊച്ചിനൊരിത്തിരി ട്രീറ്റ് കൊടുക്കടാ സന്തോഷിക്കാൻ. അപ്പം ഞങ്ങൾ നേരത്തെ പോയെങ്കിലും കുട്ടികൾ ഇത്തിരി ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരം മാത്രമേ, 1 മണിക്കൂറോളമൊക്കെ റൂബി ഒറ്റക്ക് ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി റൂബിക്ക് ഇത്തിരി ട്രീറ്റൊക്കെ കൊടുത്ത് അവളെ സന്തോഷിപ്പിച്ച്. അപ്പോൾ ഇതൊരു താങ്ക്സ് കാർഡ് തന്നിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ കാണിച്ചായിരുന്നല്ലോ അതവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടെറൻസ് ഏട്ടൻ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്തിരുന്ന് പാചകമേ ചെയ്തിട്ടില്ല. രാവിലെ ഒരു പുട്ടുണ്ടാക്കി കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ പാചകമൊന്നും ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെയും രാത്രി ഡിന്നറിനാണ് ഞാൻ പാചകം ചെയ്തത്. അപ്പോൾ ബീഫ് പപ്പനെ കൊണ്ട് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് കറി വെക്കാം, പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാം. നമ്മുടെ സാറിൻ്റെ കൊച്ചിന് അത് ഇഷ്ടമാണല്ലോ. അങ്ങനെ ഞാൻ വേഗം തന്നെ ചപ്പാത്തിക്ക് ആദ്യം തന്നെ മാവ് കുഴച്ചങ്ങോട്ട് മാറ്റി വെച്ചേട്ടാ. അപ്പോൾ അതിരുന്ന് ഒന്ന് സോഫ്റ്റ് ആകുന്ന നേരം കൊണ്ട് നമുക്ക് ബീഫൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബീഫിൻ്റെ വില 440 രൂപയാണ് കേട്ടോ. ഇതാ 440 ആണിപ്പോൾ. നേരത്തെ നമ്മൾക്ക് 380 ആയിരുന്നു. ഇപ്പോൾ ഇത്രയും രൂപയും കൂടി കൂടിയിട്ടുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും പല വിലക്കാണ് ബീഫ് കിട്ടണമെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോഴത്തേക്കും മനസ്സിലായി. ഓരോരുത്തർ അവരുടെ നാട്ടിലെ ബീഫ് എത്ര രൂപക്കാണെന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ഇവിടുത്തെ വിലയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഏതായാലും അതവിടെ കുഴച്ച് വെച്ച് ബീഫ് വേഗം കട്ട് ചെയ്തെടുത്ത് നല്ല ടേസ്റ്റുള്ള ഒരു ബീഫായിരുന്നു കേട്ടോ. നമ്മൾ ബീഫിനെ ചില ബീഫ് എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വലിയ താല്പര്യം തോന്നില്ല എൻ്റെ പീസസിൻ്റെ കിടപ്പൊക്കെ കാണുമ്പോൾ. പക്ഷെ അത് കറി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഭാഗങ്ങളായിരിക്കുള്ളൂ. അതായത് ഈ ഓരോ ഭാഗങ്ങൾക്കും ഓരോ ടേസ്റ്റുകളുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇന്നത്തെ അത് നല്ല ടേസ്റ്റ്. അപ്പം എരും വേണ പശു വേണമെന്നൊന്നും നോക്കാൻ എനിക്കറിയില്ല. എന്തോ നെയ്യുടെ കളറ് ഒക്കെ നോക്കിയിട്ടാണ് തോന്നുന്നത്. ഞാനതൊന്നും നോക്കാറില്ല കേട്ടോ. ബീഫെന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ് ഇവിടെ എല്ലാവർക്കും. ഞങ്ങളങ്ങനെ നോക്കാറില്ല. അപ്പോൾ ആദ്യം കുക്കറിൽ വഴറ്റിയിട്ടാണ് വെക്കണത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ. പിന്നെ ഒന്ന് വഴറ്റാൻ നിൽക്കണ്ടല്ലോ, എല്ലാം കൂടി ഒന്നിച്ചങ്ങോട്ട് വഴറ്റിനാണ്. അപ്പോൾ ആദ്യം പച്ചമുളകും സവാളയും കളറ് മാറിയ വരെ നന്നായിട്ട് വഴറ്റിയിട്ടാണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തത്. എനിക്ക് എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇപ്പം നേരം കുറവുള്ളത് കൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ മേടിച്ച് വെച്ചത്. അരച്ചും വെക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ കിട്ടുമ്പോൾ നമ്മളുടെ പണിത്തിരക്കിൻ്റെ ഇടയിൽ അത് നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് പൊടികൾ മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇതെല്ലാം കൂടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഒന്ന് കുതിർത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. സ്മെല്ലും ഒക്കെ മാറിക്കിട്ടും. കറിയുടെ നല്ലൊരു പ്രത്യേക സ്മെല്ലൊക്കെ വരും. ഇപ്പോൾ ഏതായാലും അങ്ങനെ തന്നെ ഇട്ട് വഴറ്റി ഇറച്ചി കഴുകി വെച്ചതും കൂടി ഇട്ട് ഉപ്പൊക്കെ ഇട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മീതെ നമ്മുടെ റൂബി കുഞ്ഞിൻ്റെ ബീഫ് കൂടി എടുത്ത് വെച്ച്. അപ്പോൾ എല്ലാ ബീഫും നല്ലത് തന്നെയാണ്. പക്ഷേ റൂബി കുഞ്ഞിൻ്റെ ബീഫിൻ്റെ അകത്ത് ഉപ്പ് കയറാതിരിക്കാനും പിന്നെ ഇതിപ്പോൾ മസാല ഇട്ട് വെച്ചേക്കണല്ലേ, അപ്പോൾ അത് കയറാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്, അതിൽ മിക്സായി പോകാതിരിക്കാനാണ് വേറൊരു പാത്രത്തിലാക്കി വെച്ചേക്കുന്നത്. റൂബി കുഞ്ഞ് ഇന്ന് കഴിച്ചില്ല എന്നുണ്ടോ. കാരണം ഞങ്ങൾ പോയി വന്നതിന് ശേഷം ആദ്യം തന്നെ റൂബി കുഞ്ഞിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു, ചിക്കൻ. അപ്പോൾ അവൾ ഒരു 2 മണിയോടുകൂടിയൊക്കെയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അവൾക്ക് ഈ ബീഫൊന്നും കഴിക്കാനുള്ള വയറ് അവൾക്ക് ഇല്ലായിരുന്നു. അപ്പോൾ അത് പിന്നെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കേണ്ടത്. ഞാൻ കൊടുത്ത് നോക്കിയെങ്കിലും അവൾക്ക് കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. അപ്പോൾ ഞാൻ ബീഫ് എടുത്ത് അവളുടേത് പിന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇതൊന്ന് വെന്താന്ന് നോക്കിയപ്പോഴത്തേക്കും ഇത്രയും കൂടി വേവ് ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒന്നുകൂടി കുക്കർ പൂട്ടി വെച്ച് ഒന്നുകൂടി ആവി കയറ്റിയിട്ടാണ് പിന്നെ തുറന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഫെറി ബോയുടെ ബർത്ത്ഡേ ആയിരുന്നു. അവൻ വന്നിട്ടുണ്ട്, അവൻ അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അവനങ്ങനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ഇത്തിരി വൈൻ കൊണ്ടുവന്നു. അവൻ്റെ പപ്പ പല ടൈപ്പ് വൈൻ ഇടും. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നത് ഞാവൽപ്പഴത്തിൻ്റെ വൈനായിരുന്നു.
അപ്പോൾ ബ്ലിങ്കിറ്റിൽ നിന്ന് ഇത്തിരി പാൽ ഓർഡർ ചെയ്യണമെന്ന് ചായ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ചില സാധനങ്ങൾ. അപ്പോൾ ഈ ഒരു നെയിൽ പോളിഷ് ലാക്മേയുടെ നെയിൽ പോളിഷാണ് കേട്ടോ. ഇതാണ് കഴിഞ്ഞ ദിവസം രാത്രി ഞാനും സാറ്റിനെയും കൂടി ഇരുന്നിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ ഒരെണ്ണം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്. സാറ്റിനയുടെ കയ്യിലുള്ളത് തീർന്നു പോകണ്ടല്ലോ, ഞാൻ അടിച്ചിട്ടെന്ന് വിചാരിച്ചാൽ ഒരെണ്ണം മേടിച്ചതാണ് കേട്ടോ. 180 റുപ്പീസാണ് ആ നെയിൽ പോളിഷിൻ്റെ വില. പിന്നെ ഇത്തിരി തിരക്ക് പിടിച്ചാണ് ചപ്പാത്തിയും കറിയൊക്കെ ആദ്യം തന്നെ ഫെറി ബോയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം അവൻ്റെ വീട്ടിൽ എല്ലാവർക്കും അവന് ട്രീറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് പോയിട്ട് വേണം അവർക്ക് പുറത്തുനിന്ന് ബിരിയാണിയൊക്കെ മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. വേഗം അവന് വിളമ്പിക്ക് കൊടുത്ത് പിന്നെ ഞങ്ങളും എല്ലാവരും കഴിച്ച് അത് അത്രയും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പിറ്റേ ദിവസത്തെ സൺഡേ കാലത്തെ വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് 5:30 വെളുപ്പിന് 5:30 മാസിന് പപ്പ പോയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു ബാപ്റ്റിസം ഉണ്ട്, അതിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങനെയാണ്. അപ്പോൾ ചിലപ്പോൾ പള്ളിയിൽ പോകും, അല്ലെന്നുണ്ടെങ്കിൽ പോകുന്നത് എടപ്പള്ളിയിലാണ്. അപ്പോൾ എടപ്പള്ളിയിലാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ പള്ളിയിൽ പോയിട്ട് കുർബാന കാണാം എന്നൊക്കെ ഇവർ പറയുന്നത് കേട്ടതുകൊണ്ട് ഞാൻ പിന്നെ ഒരുങ്ങിയില്ല 9:30 പോകാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ വൈകുന്നേരം 6:30 പള്ളിയിൽ പോകേണ്ട കാര്യമുണ്ട്, മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതോട് കൂടിയിട്ട് പള്ളിയിൽ പോയി കുർബാനയെ കണ്ടു കഴിഞ്ഞിട്ട് മീറ്റിങ്ങിനും കയറിയിട്ട് പോരാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ വിചാരിച്ച് രാവിലെ പെൻഡിങ് വർക്കുകളെല്ലാം ചെയ്ത് തീർക്കുക. അങ്ങനെ ഏറ്റവും ആദ്യം ചെയ്തത് കുളിമുറി ഡീപ്പ് ക്ലീനിങ് ചെയ്യലായിരുന്നു. അത് കഴിഞ്ഞ് കുളിച്ച് വന്നതിന് ശേഷം പിന്നെ നമ്മളുടെ ബെഡ്ഷീറ്റ് മാറ്റൽ, പപ്പടം അവിടുത്തെ ബെഡ്ഷീറ്റ് മാറ്റണം, അങ്ങനെയുള്ള എല്ലാ മാറ്റലും എടുക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര ചൂടാണ്ട്. എൻ്റെ മുതുക് കംപ്ലീറ്റ് വേർത്തൊട്ടി പിടിച്ചിരിക്കുന്നതാണ്. ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റാഞ്ഞൊരു ദിവസമായിരുന്നു. പപ്പടയുടെ ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റില്ല. ഈ ഡ്രസ്സാണെങ്കിൽ ഇത്തിരി ചൂടെടുക്കുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ റിച്ചാൻ്റെ അടുത്തും സാറ്റൻ്റെ അടുത്തും ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരും പറഞ്ഞ് ഭയങ്കര ചൂടോട് നിൽക്കാൻ പറ്റില്ല. പപ്പ പറഞ്ഞത് പപ്പക്ക് തണുക്കണമെന്ന്. ഇതെന്ത് വിരോധാഭാസമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനി എനിക്ക് വല്ല അസുഖമാണെന്ന് വരെ ഞാൻ പേടിച്ച് ഇങ്ങനെ ചൂടെടുക്കണം. അപ്പോൾ കുട്ടികൾക്ക് നല്ല ചൂടാണെന്ന് പറയേണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും ഞാൻ രാവിലത്തെ ക്ലീനിങ് വർക്ക് ഒരുവിധം തീർത്തതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റിന് നേരം ആയതേ ഉള്ളൂ. അപ്പോൾ പപ്പയുടെ അടുത്ത് ഞാൻ ബ്രെഡ് മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡും ബുൾസൈ ആക്കാം. കാരണം നമ്മൾ ഈ ജോലികൾ കൂടുതലുള്ള സമയത്ത് ഭക്ഷണം ഉണ്ടാക്കലൊന്ന് കുറക്കുക, അപ്പോഴേ നമുക്കൊരു റെസ്റ്റ് കിട്ടുള്ളൂ. എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ബുൾസൈ മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ല. ബാക്കിയുള്ള പാചകങ്ങൾ ഇന്നിപ്പോൾ ഒരു പാചകം തന്നെ ഇല്ല. ഇപ്പോൾ ആ കുക്കറിലിരിക്കുന്ന തലേദിവസത്തെ ബീഫ് കറിയുടെ ബാക്കിയാണ്. അത് കൂട്ടിയിട്ട് ഞാനും പപ്പയും ഉച്ചയ്ക്ക് കഴിക്കും. കുട്ടികളാണെങ്കിൽ പുറത്ത് പോയിട്ട് ഈ ക്രിസ്മസിൻ്റെ സ്ഥലത്ത് നിന്നല്ലേ ഫുഡ് കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും വെക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഏതായാലും പപ്പയ്ക്ക് 2 മുട്ട എടുത്ത്, പപ്പയ്ക്ക് 2 മുട്ട വേണം. അതാണ് ഇന്നലെ ബ്രെഡ് തീരോളെന്ന് പറയും. മറ്റുള്ളവർക്കൊക്കെ 1 മുട്ട മാത്രം മതി കേട്ടോ. അപ്പോൾ പപ്പയ്ക്ക് മാത്രം ഞാൻ 2 മുട്ട എടുത്ത് ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് അതങ്ങോട്ട് കൊടുത്തു കേട്ടോ. എനിക്കാണെങ്കിൽ ബ്രെഡൊന്നും കഴിക്കുന്നത് അത്ര വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. എങ്കിലും ഇന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. കാരണം ഇനിയും പണികൾ കിടക്കുന്നുണ്ട്, തുണികൾ മടക്കാൻ കിടക്കുന്നുണ്ട്. ഇപ്പോൾ വാഷ് ചെയ്ത തുണികൾ ഇപ്പം മാറ്റിയ തുണികൾ വാഷിങ്ങിനിട്ട് അതിനി വിരിക്കാനും ഒക്കെ ആയിട്ടുള്ള പണിയുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മുടെ വാഷിംഗ് മെഷീൻ ഞങ്ങൾക്ക് ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല. നമ്മൾ ഫ്രണ്ട് ലോഡ് മാത്രമല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഈ ടോപ്പ് ലോഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് മേടിച്ചാണ്. പക്ഷേ സംഭവം ഒരുപാട് വെള്ളം, അതുപോലെ തന്നെ വാഷിങ്ങും അത്ര ഒരു സുഖമായി തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഏതായാലും മേടിച്ച സ്ഥിതിക്ക് കുറച്ചാൾ ഉപയോഗിച്ചിട്ടൊക്കെ മാറ്റാം അങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ ഇത് വളരെ കുറവാണ് നമ്മളുടെ ഫ്രണ്ട് ലോഡിൽ. ഒട്ടും തന്നെ ടാങ്ക് കാലിയാവില്ല. നല്ല രീതിയിൽ തല്ലി അലക്കുകയും ചെയ്യും. ഫ്രണ്ട് ലോഡിലാണ് എപ്പോഴും നല്ല അലക്കുന്നുള്ളത് നമുക്കറിയാം. എങ്കിൽ തന്നെ ഫ്രണ്ട് ലോഡ് പെട്ടെന്ന് കേടാകുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതൊന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചത്. ഏതായാലും ഒട്ടും തന്നെ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ LGയുടെ 9 കിലോൻ്റെയാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവും കൂടുതൽ ഇതിനകത്ത് ആകുന്നുണ്ട്. പിന്നെ നമുക്ക് വെള്ളം അഡ്ജസ്റ്റ് ചെയ്താൽ പോലും വെള്ളത്തിൻ്റെ അളവും അത്ര വലിയ കുറവൊന്നുമില്ല, കൂടുതൽ തന്നെയാണ്. അങ്ങനെ തുണികളെല്ലാം കഴുകാനൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ കുട്ടികളും എത്തി. ഞങ്ങൾ 3 പേർക്കും ഓരോ മുട്ടയും പുൾസയാക്കി അവിടെ വെച്ച് അങ്ങനെ റൂബി കൊച്ചിൻ്റെ ചിക്കനൊക്കെ വെന്ത് അത് അവൾക്ക് കൊടുത്ത് ബാക്കിയുള്ളത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. രാത്രി ആകുമ്പോഴത്തേക്കും അവൾ കഴിക്കും.
പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്ന നേരത്താണെന്നുണ്ടെങ്കിൽ അവൾ ബാക്കിയുള്ളതൊക്കെ കഴിക്കോട്ടെ. അപ്പോൾ അതേ ബാക്കിയുള്ളത് എടുത്തത് ഇവിടെ കയറ്റി വെച്ചേക്കണേണ്. കാരണം എപ്പോഴും ഇവിടെ ഉറുമ്പ് ശല്യമാണ്. താഴെ വെച്ച് അപ്പം തന്നെ ഉറുമ്പ് കയറും കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്ത് മുകളിൽ കയറ്റി വെച്ചാണ്. പിന്നെ അവളുടെ ഫുഡിൻ്റെ ആ ഒരു ബൗളെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നതിനേലും ക്ലീനാണ്. അവൾ അതിനകത്തുനിന്ന് കഴിക്കാറില്ലല്ലോ, നമ്മൾ വാരിയല്ലേ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മുകളിൽ കയറ്റി തന്നെ വെക്കോളൂ കേട്ടോ. അങ്ങനെ തുണികൾ വാഷ് ചെയ്തത് ഏതായാലും വിരിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്ന്, അപ്പോൾ അവിടെ ഇട്ടിരുന്ന തുണികളെടുത്ത് ഞാൻ ആദ്യം കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം ഒന്ന് മടക്കി മാറ്റണം. അപ്പം നല്ല വെയിലുള്ളതുകൊണ്ട് ബാക്കിൽ തന്നെ വിരിച്ച് ഫ്രണ്ടിൽ നിന്ന് ഒഴിവാക്കി. മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ ആ ഡ്രയറിൽ തന്നെ വിരിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം ഫ്രണ്ടിൽ തുണി വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഈ മഴക്കാലത്ത് നമുക്ക് ഒരു നിവർത്തികേട് കൊണ്ട് ഫ്രണ്ടിൽ തന്നെ തുണി ഇടുന്നത്. അങ്ങനെ അതെല്ലാം ചെയ്ത്, അപ്പോൾ ഈ വീട്ടുജോലി എന്ന് പറയുമ്പോഴത്തേക്കേ ഇങ്ങനെ കാണുമ്പോഴാണോ നമ്മളൊക്കെ ഇത്രയും ജോലി ചെയ്യുന്നുണ്ടല്ലേ എന്ന് നിങ്ങൾക്ക് പോലും, നമ്മുടെ വീട്ടമ്മമാർക്ക് പോലും തോന്നണത്. നമ്മളിത് ചെയ്ത് നടക്കുമ്പോൾ നമുക്കത്ര തോന്നില്ല. എത്രയധികം ജോലികൾ നമ്മളുടെ വീട്ടിലുണ്ട്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഒരു നിമിഷം കൊണ്ട് ചെയ്ത് തീർക്കുന്നു. ഇതൊക്കെ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോഴാണ് നമുക്ക് തന്നെ സ്വയം മനസ്സിലാകുന്നത്, അപ്പോൾ പിന്നെ വീട്ടിലെ മറ്റുള്ള അംഗങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകാനാണല്ലേ നമ്മൾക്ക് ഇത്രയും ജോലികളുണ്ട്, നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു. ഒരു ഇത് കാണുമ്പോൾ ഒന്നും ചെയ്യാത്ത പോലെയുള്ള ജോലികൾ, അതിനൊക്കെ നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. അങ്ങനെ കുട്ടികൾ ഏതായാലും വന്ന് അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഈ ഡ്രസ്സ് ഇട്ട് തന്നെയാണ് അവർ ബാപ്റ്റിസത്തിന് പോകുന്നത്. അതുകൊണ്ട് പിന്നെ വേറെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഞാൻ കുറേ ഡ്രസ്സുകൾ റിച്ചാർഡിൻ്റെ തട്ടിൽ നിന്ന് എടുത്തിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സാരിൻ്റെ അലമാരി കൊണ്ട് വെക്കാമെന്നും പറഞ്ഞിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ റിച്ചാർഡ് ഇടക്ക് താഴെ വന്ന് വേണം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. കുളിക്കണത് മുകളിലും ആണല്ലോ. അപ്പോൾ ഡ്രസ്സെല്ലാം അവിടെ തന്നെ കൊണ്ടുപോയി വെക്ക്, അങ്ങോട്ട് ഇങ്ങോട്ട് കിടന്ന് ഓടണ്ടല്ല എന്ന് പറഞ്ഞ് ഡ്രസ്സ് കൊണ്ടുപോയി വെച്ച് കൊടുത്താണ്. പിന്നെ ഞാൻ സാരിനൊക്കെ ഇടാൻ 2 സോക്സും ആ മുടി കെട്ടണ ആ ബനിയൻ്റെ അതും ഒക്കെ കൊടുത്തതാണ് കേട്ടോ. അതുമൊക്കെ മോളിൽ കൊണ്ടുപോയി വെക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ കുട്ടികൾക്ക് പോകാൻ നേരമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരെൻ്റെ അടുത്ത് വന്നിരുന്ന് കുറച്ച് നേരം സംസാരിച്ച് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത്. കാരണം കാലത്ത് മുതൽ തുടങ്ങിയ പണിയാണെന്നും പറഞ്ഞിട്ട് ഞാൻ ഇത്തിരി നേരം കിടന്നതാണ്. നമുക്ക് റെസ്റ്റ് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ റെസ്റ്റ് എടുത്തെടുത്താണ് ജോലികൾ ചെയ്യുന്നത്. അങ്ങനെ കുട്ടികൾ പോയതിന് ശേഷം ആദ്യം ചെയ്തത്, കുട്ടികളുടെ അവിടെ നമ്മൾ കിങ് സൈസ് ബെഡ്, കിങ് സൈസ് കട്ടിലും ബെഡാണെങ്കിൽ 8 ഇഞ്ച് പൊക്കമുള്ള ബെഡുമാണ് എടുത്തത്. അത് ഭയങ്കര പൊക്കമായി പോയി. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. അത്രയും എടുക്കേണ്ട 6 ഇഞ്ച് എടുത്താൽ മതിയാകും. അതുകൊണ്ട് എന്താണ്, ഒറ്റ ബെഡ്ഷീറ്റും പാകമില്ല. നമ്മൾക്ക് കുറേ ഗിഫ്റ്റ് കിട്ടിയ ബെഡ്ഷീറ്റ് ഉണ്ട്, അതൊന്നും പാകമില്ല. 6 ഇഞ്ച് ബെഡാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പാകമാണ്. എല്ലാവരും കിങ് സൈസ് ബെഡ്ഷീറ്റ് തന്നെയാണ് തന്നേക്കുന്നത്. പക്ഷേ ഈ ബെഡ് പൊക്കം കൂടിയത് കൊണ്ട് നമുക്ക് അതിൽ തുണി പിടിപ്പിച്ച് കൊടുക്കണം ഞാൻ. അപ്പോൾ ഒരു പുതിയ ബെഡ്ഷീറ്റ് പുറത്തുനിന്ന് കോട്ടൻ്റെ മേടിച്ചിട്ട് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെയും മേടിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ആണെങ്കിൽ ആ ബെഡ്ഷീറ്റ് ഉപയോഗിക്കാതെ മാറ്റി വെച്ചേക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ബെഡ്ഷീറ്റ് മേടിച്ച് പിടിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഉള്ള തുണി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് ഏതായാലും മടങ്ങി ഒരു സൈഡിലേക്ക് അങ്ങോട്ട് അകത്തേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ മടക്കി ഉള്ളിലേക്ക് വെക്കാനുള്ളൊരു ഭാഗമല്ലേ, അപ്പോൾ അതിൻ്റെ കളറൊന്നും പുറത്ത് കാണില്ല. കാരണം ബെഡിനെ കറക്റ്റായിട്ട് കവർ ചെയ്ത് കിടക്കുന്ന രീതിയിൽ ഷീറ്റ് ഉണ്ട്. ഈ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യാനുള്ള തുണിയില്ല. അപ്പോൾ അതിന് ഒരു സൈഡ് മാത്രമേ പിടിപ്പിക്കുന്നത് കേട്ടോ. ഒരു സൈഡ് മാത്രം ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് വെച്ചിട്ട് ബാക്കി ഇങ്ങോട്ട് വലിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ബെഡ്ഷീറ്റ് നല്ല ഭംഗിയായിട്ട് തന്നെ വിരിച്ചിടാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതൊക്കെ പിടിപ്പിച്ച് ഒരു ബെഡ്ഷീറ്റ് പിടിപ്പിച്ച് ഇനി 3 കൂടി. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ബാക്കി പിടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനത് മാറ്റി വെച്ചു. അത് ഇത്തിരി പണിയുള്ള പണിയായിരുന്നു. കാരണം ഞാൻ കട്ട് ചെയ്ത ബെഡ്ഷീറ്റിന് നീളം കുറവായിരുന്നു. അപ്പോൾ വീണ്ടും അതിലൊരു പീസ് വെച്ച് നീളം കൂട്ടിയിട്ടൊക്കെയാണ് അതിൽ ജോയിൻ ചെയ്തത്. അങ്ങനെ കുട്ടികൾ പോയി വന്ന് അവർ ഇടപ്പള്ളിയിലാണല്ലോ പോയത്. അപ്പോൾ അതുവഴി അവർ ലുലുമോളിൽ കയറി. ലുലുമോളിലും കയറി വന്നപ്പോഴത്തേക്കും പപ്പയ്ക്ക് 2 ഷർട്ട്, ബേസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഹാഫ് സ്ലീവ് ഷർട്ട് 2 എണ്ണം സാറ്റിനയുടെ വക ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ പപ്പയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം വന്നു. ഇപ്പോൾ പുള്ളി ഹാഫ് സ്ലീവൊക്കെ ഇടണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹമാണ് പ്രകടിപ്പിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ഹാഫ് സ്ലീവ് പണ്ട് മേടിച്ച് കൊടുത്തിട്ട് അത് ഇഷ്ടപ്പെടാതെ 1-2 തവണ നമ്മൾ കൊടുത്തതല്ലേ എന്ന് വിചാരിച്ചിട്ടിട്ട് അത് മാറ്റി വെച്ചിട്ട് ഉപയോഗിച്ചില്ല. അത് ഞങ്ങൾ ആർക്കൊക്കെ എടുത്ത് കൊടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് വരെ നമ്മൾ ഹാഫ് സ്ലീവ് മേടിച്ച് പപ്പയ്ക്ക് കൊടുത്തിട്ടില്ല. പപ്പ ജീവിതകാലത്ത് ഒറ്റയ്ക്കൊരിക്കലും ഒരു സാധനം മേടിക്കാറുമില്ല, നമ്മൾ തന്നെ എടുത്ത് കൊടുക്കണം. അപ്പോൾ ഇത്തവണയാണ് ബർത്ത്ഡേക്ക് 2 ഷർട്ട് ഫുൾ സ്ലീവ് ഒരെണ്ണം സാറ്റിനെ ഒരെണ്ണം ഞാനും കൊടുത്തു. അപ്പോൾ അയ്യോ എന്താണ് നിങ്ങൾ ഹാഫ് സ്ലീവ് എടുക്കാത്തത്, ഞങ്ങൾ ഞെട്ടിപ്പോയി, ഇത് ആരാണ് ഈ പറയണതെന്ന് വരെ ചിന്തിച്ചു പോയി. അപ്പോൾ അത്രയും ഒരു വ്യത്യാസങ്ങളാണ് പപ്പയ്ക്ക് മനസ്സിലും ആ ഒരു സന്തോഷമാണ് കാണണം.
അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഹാഫ് സ്ലീവിൻ്റെ ക്രീം കളർ ഷർട്ട് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ മേടിച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ സാറ്റിന് മേടിച്ച് കൊടുത്താണ് കേട്ടോ. പപ്പക്ക് ഹാഫ് സ്ലീവ് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനിയും മേടിക്കണമെന്ന് പറഞ്ഞിട്ട് 2 എണ്ണം മേടിച്ച് കൊണ്ടുവന്ന് കൊടുത്തേക്കണേ. അതും നല്ല ബ്രാൻഡിൻ്റെ തന്നെ. അപ്പോൾ അതൊക്കെ ഓരോ സംശയങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കണം. അപ്പോൾ ഫാൻ ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര എരമ്പൽ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഫാനിൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് കൂടിയാൽ കേൾക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടാണ് പറയണത് കേട്ടോ. അങ്ങനെ വലിയ സന്തോഷമായിട്ട് 2 ഷർട്ടൊക്കെ ഇട്ട് നോക്കി, എല്ലാം കറക്റ്റാണ്. ഭയങ്കര സന്തോഷമായി. അപ്പോൾ സാറ്റിനാണെങ്കിൽ നമ്മൾ ഒരു ഷർട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ബനിയാൻ ഇട്ടിട്ട് ഊരാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ആ കൊച്ച് വേഗം വന്ന് ഊരിയൊക്കെ തരും കേട്ടോ. അതൊക്കെ പപ്പക്ക് വലിയ സന്തോഷമാണ്. വേറെ ആരാണെങ്കിലും അങ്ങനെ ചെയ്യൂല. ആ കൊച്ച് അത് കണ്ടറിഞ്ഞ് ഓടി വന്നിട്ട് അത് ഊരി തരാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ എൻ്റെ അടുത്ത് പറയും കേട്ടോ. അതെനിക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പപ്പക്ക് അതൊക്കെ വലിയ സന്തോഷമാണ്. അങ്ങനെ 2 ഷർട്ട്, ഇതൊരു പച്ച കളറാണ് കേട്ടോ, ഒരു പിസ്ത കളറ്. നേരത്തെ നമ്മൾ മേടിച്ചത് ഒരു ഓഫ് വൈറ്റ് കളറാണ്. തലേ ദിവസം ഇപ്പോൾ ഇട്ടിട്ട് പോയില്ലേ, പരിപാടിയിൽ പോയില്ലേ, അതൊരു ഓഫ് വൈറ്റ് കളറാണ്. ക്രീമും അല്ല വൈറ്റും അല്ലാത്തൊരു കളറ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ഗിഫ്റ്റ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നടക്കുമ്പോൾ ഒരു വാച്ച് കെട്ടിക്കൊണ്ട് പോകും. അത് ബോട്ടിൻ്റെ വാച്ച് തന്നെയാണെന്ന് റിച്ചാർഡ് മേടിച്ചു തന്ന ഒരു വാച്ചായിരുന്നു. അത് റിച്ചാർഡിൻ്റെ അടുത്ത് ഇത്തവണ 2 ദിവസം മുൻപ് ചാർജ് ചെയ്യാനിടാൻ കൊടുത്ത്. പക്ഷേ അത് റിച്ചാർഡ് മറന്നുപോയി ചാർജ് ചെയ്യുന്ന എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഓവർ ചാർജായി, അത് ചീത്തയിപ്പോയി. പിന്നെ അത് ഓണാകുന്നില്ല. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ അപ്പം തന്നെ എനിക്ക് വാച്ച് വേറെ മേടിച്ചു തരാൻ പോയി, നടക്കുമ്പോൾ കെട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ മേടിപ്പിച്ചില്ല. കാരണം എനിക്കൊരു 3/4 മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ സമയമായി, എനിക്കത് ഇട്ടിട്ട് പോരാ, അറിയാമല്ല സമയമാകുമ്പോൾ ഇത്രയും 4 കിലോമീറ്റർ നടന്നെന്നുള്ള. വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഇതും സാറ്റിന ഓർത്ത് വെച്ച് ലുലുമോളിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ബോട്ടിൻ്റെ തന്നെ ഒരു വാച്ച്. അപ്പോൾ അതും എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന്. ദൈവ കൊച്ചിനെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ എല്ലാ രീതിയിലും എന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട്, ഞങ്ങൾ പാരൻസ് വളരെയധികം അനുഗ്രഹിക്കാറുണ്ട്. അത് സാധനങ്ങൾ കൊണ്ടുവന്ന് തരുന്നതിലല്ല. ആ കൊച്ചിൻ്റെ പെരുമാറ്റ രീതികൾ എല്ലാം കാണുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് സന്തോഷിക്കുമ്പോൾ അത് തന്നെ അവർക്ക് വലിയ അനുഗ്രഹം തന്നെയാണ്. ചേച്ചി പപ്പക്കും മമ്മിക്കും ഗിഫ്റ്റ് കൊണ്ടുവന്ന് കണ്ടാ കൊച്ചി. അപ്പം കൊച്ചിന് ട്രീറ്റ് കൊടുക്കണം, അതിനാണ് കൊച്ചി അങ്ങോട്ട് പോയത്. എന്താണ് ഇപ്പോൾ കുഞ്ഞിന് വേണ്ടത്? പല്ലൊക്കെ കണ്ട, എന്ത് വേണം കുഞ്ഞിന്? എടാ കുഞ്ഞിന് മുഖം നോക്ക്, എന്ത് വേണം കുഞ്ഞിന്? എടാ കൊച്ചിനെടാ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം കേട്ടോടാ. തരുവാന്ന് കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കുവാടാ. അത്തുമ്മ കുഞ്ഞിനെന്ത് വേണം? ചേച്ചി തരും, ചേച്ചി തരും. ഓക്കെ, ഇതുപോലെയൊക്കെ എടുപ്പിക്കാറുണ്ട്. റിച്ചടിക്കൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കയറ്റി ഇനി സമാധാനം ഉണ്ടാവില്ല, ചാടും. താമസിച്ച ചാടും. സമാധാനമില്ല. വൈകുന്നേരം ഒന്നും ഉണ്ടാക്കും കറി. ക്ഷമയില്ലാതെ ഇപ്പോഴാ കുഞ്ഞിന്. ശരിയുള്ള കറക്റ്റ് കളർ ചുന്നി. അപ്പോൾ റൂബി കുഞ്ഞും റിച്ചാർഡും ഒരേ കളറെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ അയച്ചും കയറിയേ ഇവളെ ഞാൻ സ്നേഹിക്കൊന്നുമില്ല, അങ്ങനെയുള്ളവളുടെ കളർ എനിക്ക് പറയണ്ട, എനിക്കിഷ്ടമല്ല അവളുടെ കളറിൽ ആകണത്. ഒരേ ഡ്രസ്സിങ് ആ ഒരു കളർ തന്നെയുള്ള അവൾക്കും. അപ്പോൾ അതൊക്കെയാണ് സാറിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവൾക്കും ഒരു ട്രീറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് കൊടുത്തേട്ടാ. അവളിങ്ങനെ കാത്തിരിക്കണമായിരുന്നേ. കാരണം ഇവർ നമ്മൾക്ക് ഗിഫ്റ്റൊക്കെ ഇങ്ങനെ തരുമ്പോഴത്തേക്കും ഇങ്ങനെ കവറിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവളുടെ വിചാരം അവൾക്ക് വേണ്ടിയിട്ടുള്ള പാക്കറ്റ് ഫുഡിൻ്റെ എടുക്കണമെന്നാണ് അവൾ വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ കുഞ്ഞിനെ ആ ഒരു മനസ്സങ്ങനെ എനിക്കിപ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാകും എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുത്തതാണ് കേട്ടോ. ഇതങ്ങനെ ഞാൻ എപ്പോഴും പറയണ പോലെ ഇതങ്ങനെ കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ ഇത് കോൺസ്റ്റിപ്പേഷനായി ഭയങ്കര വേദനയൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികമൊന്നും കൊടുക്കാൻ പറ്റില്ല. എങ്കിലും ഇവളുടെ കൊതി കാണുമ്പോൾ നമ്മളിത്തിരി കൊടുക്കും. സാധാരണ ഇവളുടെ ചിക്കനും ഒക്കെ മുട്ടയും ഒക്കെ വേവിച്ച് കൊടുത്താലൊന്നും അവളിങ്ങനെ ഇഷ്ടം കാണിക്കില്ല. ഇതുപോലെ ഇവൾക്ക് ട്രീറ്റായിട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ് ഇവൾക്ക് വയറ് നിറച്ച് കഴിക്കാൻ ഇഷ്ടമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അതങ്ങനെ കൊടുക്കാനും പാടില്ല. എങ്കിലും കുറച്ചൊക്കെ കൊടുത്ത് അവളെയും ഒന്ന് ഹാപ്പി ആക്കി വെച്ചേട്ടാ. എന്തിനാണ് ചാടിക്കല്ലേടാ, പ്രായമായതാടാ, അധികം ചാടിക്കല്ലേടാ. എടാ ചാടിക്കല്ലേടാ,
ചാടിക്കണ്ട അധികമായിട്ട്. ഇവിടെ കൊച്ചു ചാടിക്കല്ലേടാ, അവളുടെ ഹാർട്ടൊക്കെ പോകുമോടാ അങ്ങനെ അവിടെ തന്നെ കിടന്ന്. അങ്ങനെ റിച്ചാർഡിനെ അവളത്ര മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് റിച്ചാർഡ് അവൾക്ക് ആ സെറ്റിമേന്ന് താഴെ വരുത്തിയിട്ടാണ് അവൾക്ക് ട്രീറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയെങ്കിലും അവളോടുള്ള ദേഷ്യം തീർക്കണേനവൻ തമാശക്കാണ് എങ്കിലും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ എൻ്റെ വാച്ചൊക്കെ എനിക്ക് സെറ്റ് ചെയ്തൊക്കെ തന്ന് അതിൻ്റെ ചാർജെല്ലാം ഫുള്ളാക്കണമായിരുന്നു, എന്നിട്ട് വേണം നമ്മൾക്ക് ഉപയോഗിക്കാൻ. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് കാണിച്ച്, എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ് നേരത്തെ കിട്ടിയ വാച്ച് പോലെയൊക്കെ തന്നെ എല്ലാ ഫങ്ഷനുകളും, പ്രത്യേകതകളൊന്നും ഇല്ല എങ്കിലും തുറന്നെല്ലാം ഒന്ന് കാണിച്ചൊക്കെ തന്നിട്ട് പിന്നെ ചാർജ് ചെയ്യാനിട്ട് കേട്ടോ. പിന്നെ അവരിന്ന് പോയ ആ ഒരു ക്രിസ്നിങ്ങിൻ്റെ ആ ബേബിയുടെ പേര് എയ്ഡൻ കാർലോ റോബിൻസ് എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു റിട്ടേൺ ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ താങ്ക്സ് കാർഡ് ഒക്കെ ആയിട്ട് ഉള്ള ഒരു ഗിഫ്റ്റാണ് തന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു 10 മണിയുള്ള കൊന്തയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ തലേന്ന് നമ്മൾ പോയത് ഇത് ടെറൻസേട്ടൻ്റെനും 10 മണി ഉള്ള കൊന്തയാണ് വെച്ചിട്ടുണ്ടാകുന്നത് കേട്ടോ. അത് ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടില്ല, അത് അങ്ങനെ തന്നെ സൂക്ഷിച്ച് വെച്ചേക്കണേന്. അപ്പോൾ ഇതിങ്ങനെ ഒരു പൗച്ചായതുകൊണ്ട് ഒന്ന് തുറന്നൊക്കെ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുട്ടികൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഏതായാലും ഉടുമാറി നിൽക്കണമല്ലേ, അപ്പോൾ അവർക്ക് ഒരു കസിൻ്റെ വീട്ടിലേക്ക് വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ പോകണമെന്ന് പലതവണ വിചാരിച്ചിട്ടും ഓരോ സാഹചര്യത്തിൽ തടസ്സം വന്ന് അങ്ങനെ പോകാൻ പറ്റാതെ ഇരുന്നതായിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും അതിന് പറ്റിയൊരു സമയമാണെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി അവിടേക്ക് പോകാൻ ഇറങ്ങി. അപ്പോൾ ഈ സമയത്ത് ആലുവെന്ന് ഒരു സബ്സ്ക്രൈബർ നമ്മളുടെ ഫോട്ടോ വെച്ച് വന്നപ്പോൾ എന്നെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ജെസ്സി വർഗീസ്. ഒരുപാട് ഹാപ്പി ആയിരുന്നു പുള്ളിക്കാരത്തി ഇവിടെ വന്ന് ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര സന്തോഷം. അപ്രതീക്ഷിതമായാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ, ഇത് സ്വപ്നയുടെ വീടാണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുമ്പോൾ ഞാനും പപ്പയും മുറ്റത്ത് ഉണ്ടായിരുന്നു. ഈ കുട്ടികളെ വിട്ടിട്ട് ഞങ്ങളവിടെ നിൽക്കണമായിരുന്നു. അപ്പോൾ വേഗം അവർ കയറി ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറച്ച് നേരം നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടൊക്കെ പോയിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം സന്ധ്യ ആയപ്പോഴത്തേക്കും പിന്നെ രാത്രി ഡിന്നറിൻ്റെ കാര്യത്തിന് കറികളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാനിത്തിരി മുട്ടയൊക്കെ പൊരിച്ചിട്ടാണ് ഇന്നത്തെ രാത്രി ഡിന്നർ കഴിച്ചത്. പിന്നെ ബീഫ് കറിയുടെ ബാക്കി ഞാൻ കുറച്ച് സാറ്റിനെ കൊച്ചിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ട പൊരിച്ചത്, മീൻ വറുത്തതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂട്ടിയിട്ടായിരുന്നു നമ്മൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സാറ്റിനെ കൊച്ച് വന്നതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇരുന്ന് സംസാരിച്ച് ഒത്തിരി സമയം നമ്മൾ കളയും കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ, നല്ല ഒരു ശ്രോതാവാണ് സാറ്റിനെ കൊച്ച്. നമ്മൾ എന്ത് പറഞ്ഞാലും ഇങ്ങനെ കേട്ടിരിക്കുക, അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വന്ന് കിടക്കുമ്പോഴൊക്കെ നേരം വൈകും. അതുകൊണ്ട് റൂബിക്ക് അറിയാം ഇനിയിപ്പോൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ലെന്ന്. അതുകൊണ്ട് റൂബി നേരത്തെ കിടന്നുറങ്ങി. ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് അതിൻ്റെ പേരിന് നാളെ വീണ്ടും കാണാം. താങ്ക്